കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് ഈ വിഷയത്തിൽ ജനങ്ങളിൽ നിന്ന് നിർബന്ധിത സ്വഭാവത്തോടു കൂടി പണപ്പിരിവ് നടത്തി ആ പണം ജില്ലയിലെ തന്നെ പയ്യന്നൂരിലെ ഒരു MLA അപഹരിച്ചു എന്ന ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ തുറന്നു പറച്ചിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്അപ്രോപ്രിയേഷൻ്റെയും അതോടൊപ്പം തന്നെ ചീറ്റിങ്ങിൻ്റെയും ഭാഗമായി IPC 420 406 അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് TI മധുസൂദൻ MLA-ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് പരാതി നൽകി. അല്ല, CPM-ന്റെ ഒരു പ്രതിസന്ധി, CPM-നെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ബോധ്യമുണ്ട് ഈ പണം അപഹരിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച്. എന്നാൽ ഈ പണം അപഹരിക്കപ്പെട്ടു എന്ന് സമ്മതിച്ചാൽ അത് പാർട്ടി അണികൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ജില്ലാ സെക്രട്ടറിയെ സംബന്ധിച്ച് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയല്ലാതെ നിവൃത്തിയില്ല. എന്നാൽ രേഖകളും കണക്കുകളും പരിശോധിച്ചാൽ സ്വാഭാവികമായും ഇവിടെ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച വാദം ശരിയാണെന്ന് വ്യക്തമാക്കപ്പെടും. കാരണം അത് അയാൾ ഉത്തമമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയാനുള്ള കാരണം ഏതെങ്കിലും ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയുടെ പേരിലോ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന ജില്ലയല്ല കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ CPM-നെതിരെ ഇത്തരത്തിലൊരു ആരോപണം CPM-ന്റെ സംഘടനാ ശരീരത്തിൽ ഒരുപാട് കാലം, ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലഘട്ടത്തോളം പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞാലുണ്ടാകാവുന്ന ഭവിഷ്യത്ത് എന്താണ്, അതിൻ്റെ പ്രതികരണങ്ങൾ എന്താണ്, അതിന് ഭാഗമായി അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന അക്രമങ്ങൾ എന്താണ് എന്ന് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ബോധ്യമുള്ള ഒരാൾ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് അത് അയാളുടെ രാഷ്ട്രീയമായ ആത്മാർത്ഥത കൊണ്ടും സത്യസന്ധത കൊണ്ടുമാണ്. ആ സത്യസന്ധതയെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ അക്രമികളുടെ പോലെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന CPM-ന്റെയും DYFI-യുടെയും ഗുണ്ടകളും ക്രിമിനലുകളും മനസ്സിലാക്കേണ്ടത്, നാളുകളിൽ നിങ്ങൾക്ക് നേരെയും നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അക്രമമുണ്ടായാൽ, ഇത്തരത്തിൽ നിങ്ങൾ കൊല ചെയ്യപ്പെട്ടാൽ നാളുകളിൽ നിങ്ങളുടെ പേരിലും ഈ പാർട്ടി ഇതുപോലെ പണം പിരിക്കുകയും അപഹരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവർ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാർട്ടി ഇപ്പോൾ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു, സംഘടനാ സ്വഭാവങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഈ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ അണികൾക്ക് അവരെ ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് തിരുത്തലുകൾക്ക് വേണ്ടി അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തിനകത്ത് സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഇന്നലെ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് എന്ന രീതിയിലല്ല, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണെന്ന് പറയുമ്പോൾ പയ്യന്നൂർ ഏരിയ സെക്രട്ടറി മനസ്സിലാക്കേണ്ടത് പാർട്ടിക്കകത്ത് നടത്തിയിട്ടുള്ള കൊള്ളരുതായ്മകളുടെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ പുറത്തു വന്ന കുഞ്ഞികൃഷ്ണൻ ഈ വെളിപ്പെടുത്തലുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി പുറത്തുവിടും എന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് കഴിഞ്ഞ് യഥാർത്ഥ വെടിക്കെട്ടിലേക്ക് കടക്കുമ്പോൾ കത്തിച്ചാരമാകാൻ പോകുന്നത് ആരാണ് എന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറിക്ക് അധികം ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടും. എന്തിനാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ സഖാവ് കൊല്ലപ്പെട്ടാൽ അതിൻ്റെ പേരിൽ ഞങ്ങൾ പണം പിരിച്ചാൽ, ആ പണം ഞങ്ങൾ അപഹരിച്ചാൽ നിങ്ങൾക്കെന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നതിന് തുല്യമായൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മുടെ പ്രശ്നം അവരുടെ സഖാവാണ്, അവരുടെ കൊല്ലപ്പെട്ടത് അവരുടെ സഖാവാണ്, അവരുടെ പാർട്ടി നേതാവാണ് പണം അപഹരിച്ചത്, ആ കുടുംബത്തിന് കിട്ടേണ്ട പണമായിരുന്നു, ഇതെല്ലാം ശരി തന്നെ. പക്ഷേ ആ പണം പിരിച്ചത് ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളിൽ നിന്ന് പിരിച്ച പണം ഇത്തരത്തിൽ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി കൊണ്ടുപോയി അടിച്ചുമാറ്റി മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഒരു നിയമപ്രശ്നമുണ്ട്, രാഷ്ട്രീയമായ ധാർമ്മിക പ്രശ്നമുണ്ട്. സമൂഹത്തിൽ ധാർമ്മികമായി ഇത്തരം വിഷയങ്ങളിൽ മൂല്യബോധത്തോടു കൂടി നിലനിൽക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കടമയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാതിരിക്കാൻ സാധിക്കില്ല. കുഞ്ഞികൃഷ്ണന് യൂത്ത് കോൺഗ്രസ് അല്ല സംവിധാനം ഒരുക്കേണ്ടത്, സംരക്ഷണം ഒരുക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളല്ല സംരക്ഷണം ഒരുക്കേണ്ടത്. ഈ സംസ്ഥാനത്തിന്റെ സിസ്റ്റമാണ്, നിയമ സംവിധാനമാണ് സംരക്ഷണം ഒരുക്കേണ്ടത്. ആഭ്യന്തര വകുപ്പാണ് സംരക്ഷണം ഒരുക്കേണ്ടത്. കുഞ്ഞികൃഷ്ണന് സംരക്ഷണം കൊടുക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം, പോലീസ് തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നിയമ സംവിധാനത്തിന്റെ സംരക്ഷണമാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ വേണ്ടത്. കാരണം അദ്ദേഹം ഈ സംസ്ഥാനത്തെ രാജ്യത്തെ ഒരു പൗരനാണ്. ഒരു പൗരന്റെ ജീവന് അപകടമുണ്ടാകാതിരിക്കേണ്ടത് അതാരുടെ ഉത്തരവാദിത്തമാണ്?
സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്, സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ സംവിധാനമാണ് സംരക്ഷണം ഒരുക്കേണ്ടത്.